السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا ولا تكلنا إلى تدبير أنفسنا فالنفس تعجز عن إصلاح ما فسدا. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആരോഗ്യമേറ്റിത്തരണമേ നീ മന്നവ പറയല്ല നീ എന്നോടു പോടാ പിന്നവാ. മണിയില്ല റബ്ബ് വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസുത മന്നാനെ അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനെ. മനുഷ്യരായ നാം വളരെ ഏറെ ചിന്തിക്കേണ്ടുന്ന സന്ദർഭമാണ്. തമൂജു കമൗജിൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകൾ ഒന്നിനു പിന്നിൽ മറ്റൊന്നായി തലയടിക്കുന്നത് പോലെ മുസ്ലിങ്ങൾക്കു ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. സമുദ്രതീരത്തു ചെന്നാൽ, കടൽക്കരയിൽ ചെന്നാൽ വലിയ വലിയ തിരമാലകൾ വരുന്നത് കാണുമ്പോൾ ആ തിരമാല കരയിലെത്തിയാൽ തിര അവസാനിച്ചു എന്നു നാം ധരിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. അതിനു പിന്നിൽ അതിലേറെ വലിയ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ വലിയ വലിയ പ്രയാസങ്ങൾ മുസ്ലിങ്ങൾക്കു ഭാവിയിൽ ഉണ്ടാകുമെന്ന് അന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുന്നറിയിപ്പ് നൽകുന്ന സന്ദർഭത്തിൽ
ശിഷ്യന്മാർ, അനുചരന്മാർ, സ്വഹാബത്തുൽ കിറാം ആശങ്കപ്പെടുകയാണ്. എൻ്റെ ഭാവിയിൽ മുസ്ലിങ്ങൾക്ക് പ്രയാസം നേരിടേണ്ടി വരുന്നത് അവർ അംഗബലം ഇല്ലാത്തതുകൊണ്ടാണോ, ആളുകൾ കമ്മിയാകുന്നത് കൊണ്ടാണോ, മുസ്ലിങ്ങൾ കുറവാകുന്നത് കൊണ്ടാണോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അല്ല, ബൽ അൻതും കസീർ, നിങ്ങൾ അഥവാ മുസ്ലിങ്ങൾ ഭാവിയിൽ എമ്പാടും ഉണ്ടാകും, ഒരുപാട് അംഗങ്ങളുണ്ടാകും. പക്ഷേ വലാകിന്നക്കും ഉസാഉൻ കഉസാഇസ് സൈൽ, ചണ്ടിയാണ്, ചപ്പും ചവറുമായി ആർക്കും വേണ്ടാത്ത ഒരു സാധനം പോലെ മുസ്ലിങ്ങൾ അവശേഷിക്കും. അഥവാ യഥാർത്ഥ മുസ്ലിമിനെ അന്നു കാണാൻ കഴിയുകയില്ല. കേവലം നാമത്തിൽ മാത്രം മുസ്ലിം എന്ന് അറിയപ്പെടുന്നു, പറയപ്പെടുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിലെ മുസ്ലിമിനെ കാണാൻ സാധ്യമല്ല. അക്ഷരത്തിലെ മുസ്ലിം അവശേഷിക്കുമ്പോൾ അർത്ഥത്തിലെ മുസ്ലിം അന്യമായി തീരുന്നു. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്നതുകൊണ്ട് തന്നെ ഗൗരവമായി നാം ചിന്തിക്കുക. യുസ്ബിഹു മുഅ്മിന വയുംസി കാഫിറ, രാവിലെ നേരം പുലരുന്ന സമയത്ത് മുഅ്മിനായ ഒരു മനുഷ്യൻ, വിശ്വാസിയായ ഒരു മനുഷ്യൻ, വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോഴേക്ക് ഇസ്ലാമിൽ നിന്നവൻ പുറത്തു പോകുന്നു. വൈകുന്നേരം മുസ്ലിമായാൽ പ്രഭാതമാകുമ്പോഴേക്ക്, നേരം പുലരുമ്പോഴേക്ക് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. രാവും പകലും മാറി വരുന്നതിനനുസരിച്ച് ഈമാനും കുഫറും മാറി വരുന്ന ഒരു യുഗം എന്ന് സൂചിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുള്ള ആ ഒരു യുഗമാണ് ഇന്ന് എന്നു നാം മനസ്സിലാക്കി ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കുക. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചില ഘട്ടങ്ങളൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആലമുൽ അർവാഹി എന്ന് പറയുന്ന ആത്മാവിൻ്റെ ലോകം, ആത്മാക്കളുടെ റൂഹികളുടെ ലോകം എന്ന് പറയുന്ന ഒരു ലോകത്ത് നാം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ജീവിതത്തെക്കുറിച്ച് നമ്മൾക്ക് അയവറക്കാൻ അറിഞ്ഞുകൂടാ. ആ ജീവിതത്തെ നമ്മൾക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. റൂഹായി കേവലം ആത്മാവിൻ്റെ ലോകത്ത് ആലമുൽ അർവാഹിൽ മനുഷ്യരായ നാം ജീവിച്ചത് എങ്ങനെയായിരുന്നു എന്ന് ഇപ്പോൾ ഓർത്തു നോക്കാൻ കഴിയുന്നില്ല. അതിനുശേഷം വാപ്പമാരുടെ മുതുവിൽ നമ്മൾക്കൊരു ജീവിതമുണ്ടായിരുന്നു. അതിനുശേഷം ഉമ്മമാരുടെ ഗർഭപാത്രത്തിലും നാം ജീവിച്ചിട്ടുണ്ട്. ഈ സന്ദർഭമൊക്കെ നമ്മുടെ പൂർവസ്ഥിതികൾ, കഴിഞ്ഞുപോയ ആ ഘട്ടങ്ങൾ നമ്മൾക്കറിഞ്ഞുകൂടാ. നേരത്തെ പറഞ്ഞ പോലെ ആ ജീവിതത്തെ ഇപ്പോൾ നമ്മൾക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. അവിടെ സുഖമായിരുന്നോ, അവിടെ ദുഃഖമായിരുന്നോ എന്ന് നമ്മൾക്കിപ്പോൾ പറയാൻ പറ്റൂല, നമ്മളത് അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക ലോകം, ദുനിയാവ്, ഈ ജീവിതം നമ്മൾ അറിയുന്ന ഒരു ജീവിതമാണ്. ഇവിടെ സുഖം നമ്മൾക്കറിയാൻ പറ്റും, ഇവിടുത്തെ ദുഃഖം നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും. അഥവാ ഈ ജീവിതത്തിൽ സുഖവും ദുഃഖവും നാം ഒരുപോലെ അറിയുന്നു. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ്, അറിയാതെ പോയതല്ല. എങ്കിൽ സൃഷ്ടാവായ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതൊക്കെ അറിയാൻ വേണ്ടി നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്, ഇതിന് ഒരു ലക്ഷ്യമുണ്ട്. കഴിഞ്ഞുപോയ ജീവിതം പോലെയല്ല. ഈ ഭൗതിക ലോകത്ത് നീ ജീവിക്കുമ്പോൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, സുന്ദരമായ ഒരു ലക്ഷ്യം മുൻപിലുണ്ട്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ടാവണം ഈ ലോകത്തുള്ള ജീവിതമെന്ന് സൃഷ്ടാവായ നാഥൻ നിർദ്ദേശിക്കുകയും അഥവാ ഇസ്ലാം അങ്ങനെ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.